ലേൺ എനിത്തിങ് ആൻഡ് നെവർ ഫോഗറ്റ്. പഠിച്ചത് മറക്കല്ലേ. പരീക്ഷാകാലമായില്ലേ. പഠിച്ചത് മറക്കാതിരിക്കാൻ എന്തെങ്കിലും സൂത്രമുണ്ടോ എന്ന് തപ്പി നടക്കണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ധാരാളം പഠിച്ചു, പരീക്ഷയുടെ തലേ ദിവസമായി. ഈ പഠിച്ചതൊക്കെ ഓർമ്മ വരുമോ എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. എന്തായാലും ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, പഠിച്ചത് എങ്ങനെയോ മറന്നുപോകും. അങ്ങനെ എവിടെയും പോയിട്ടില്ല, ഒന്ന് ഓർത്തെടുത്താൽ മതി. എന്നാൽ ഓർമ്മിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ഉണ്ടല്ലോ. റിപ്പീറ്റഡ് ലേണിംഗ് എന്നുള്ളത് ഒരു ടെക്നിക്കാണ് കേട്ടോ. നമ്മൾ പഠിച്ചത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലേണിംഗ്, അതിന് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാമേ. അതായത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമ്മൾ ഇന്ന് തന്നെ ഒന്ന് ഉറങ്ങണേറ്റ് മുമ്പ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചതെന്നുള്ളത് ഉറങ്ങണേറ്റ് മുൻപ്. അതൊരു 5 മിനിറ്റ്സ് മതി. ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ നമുക്ക് നോക്കേണ്ടതില്ലല്ലോ, ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്ററല്ലേ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഇനി നെക്സ്റ്റ് ഡേ നോക്കാൻ ശ്രമിക്കാം. അതും കഴിഞ്ഞ് തേർഡ് ഡേ നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും വീണ്ടും പഠിച്ചതൊന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഈ ടെക്നിക്കാണ് 7-3-2-1 ടെക്നിക്. Just memorize what you learned today, first day. Then try to memorize it on second day. Then try to memorize the same concept on the third day. Then after 1 week, you thoroughly try to memorize the concept on the seventh day. അപ്പോൾ ഏഴാമത്തെ ദിവസം നമ്മൾ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? വീണ്ടും ആ ഒരു കോൺസെപ്റ്റ് thoroughly ഒന്ന് പഠിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കോൺസെപ്റ്റ് വൈസ് പഠിക്കുമ്പോൾ നമ്മൾ അതിലത്തെ കീവേഡ്സ് നോട്ടീസ് ചെയ്യാം. അതുപോലെ എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് എന്നുകൂടി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വെറുതെ ബൈ ഹാർട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് മൊമെന്റ് ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിലാവാണ്ടിരിക്കും. അതിനു പകരം നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? നമ്മൾ കുറേ പഠിച്ചു, ഒരു ബൾക്ക് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ തലയിൽ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ വൈ വി ആർ സ്റ്റഡിങ് ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്. നമുക്ക് ഫോട്ടോസിന്തസിസ് എടുക്കാം. എന്തിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നത്? ഹാപ്പി ആയിട്ട് ചിന്തിക്കാം. വി നോ വാട്ട് ഇസ് ഫോട്ടോസിന്തസിസ് അല്ലേ? എല്ലാവർക്കും അറിയാം. ഫോട്ടോസിന്തസിസ് എ പ്രോസസ് ഇൻ വിച്ച് പ്ലാന്റ് യൂസ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് ഫുഡ്, അല്ലെങ്കിൽ ഓക്സിജൻ ആൻഡ് എനർജി ഇൻ ദ ഫോം ഓഫ് ഷുഗർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ആസ്ക് യുവർ സെൽഫ് വൈ വി നീഡ് ഫോട്ടോസിന്തസിസ്. എന്തിനാണ് ഫോട്ടോസിന്തസിസ് നമുക്ക് ആവശ്യമുള്ളത്? ദെൻ വേർ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് അതറിയാം, പ്ലാന്റ്സിലാണ്. ആൻഡ് വാട്ട് ഓൾ തിങ്സ് വി നീഡ്, അതിൻ്റെ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനാവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ബൈ ഹാർട്ട് ഡെഫിനിഷൻ പഠിച്ചു വെക്കാതെ വൈ, വെൻ, വാട്ട്, ഹൗ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ തന്നെ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡെഫിനിഷൻ ഈസി ആയിട്ട് കിട്ടും. ദെൻ വെൻ യു റൈറ്റ് ആൻസേഴ്സ് ഓൾവേസ് യൂസ് ദ കീവേഡ്സ്. അതിൽ കീവേഡ്സ് ഉണ്ടാവുമല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോസിന്തസിസ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണം ആ ഡെഫിനിഷനിൽ എന്നുള്ളത് നമുക്കറിയാം. സൺലൈറ്റ് വേണം, വാട്ടർ വേണം, കാർബൺ ഡൈ ഓക്സൈഡ്, ആൻഡ് ദ എൻഡ് പ്രൊഡക്റ്റ് ഇസ് ഓക്സിജൻ ആൻഡ് എനർജി ഇൻ ദ ഫോം ഓഫ് ഷുഗർ, അതും അറിയാം. അപ്പം ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എടുത്ത് പറഞ്ഞത്. അതുപോലെ ഓരോ കോൺസെപ്റ്റും ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൂന്ന് ഇക്വേഷൻസ് പഠിക്കണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുക്ക് എടുത്ത് കുറേ വായിച്ചു, ആൻഡ് വി നോ ദ കോൺസെപ്റ്റ്. ദെൻ നമ്മൾ ഡെറിവേഷനൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ആ ഡെറിവേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഇക്വേഷൻ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് അത്യാവശ്യം വലിയൊരു പേപ്പറിൽ ആ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതി വെക്കുക. ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ എവറി ഡേ കാലത്തും വൈകുന്നേരവും നമ്മൾ നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ കണ്ണ് അതിൽ കൂടെ പോകുമല്ലോ. സോ യൂസ് ഫ്ലാഷ് കാർഡ്സ്. ഇത് പരീക്ഷയുടെ തലേദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പരീക്ഷയുടെ തലേദിവസം നമുക്ക് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ കുറേ പഠിച്ച് ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ചെറിയ വാക്ക് എടുത്തിട്ട് വരിക. 10 മിനിറ്റ്സിലും കൂടാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി. എന്നിട്ട് കുറച്ച് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന തിങ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹുക്ക് ഓൺ ദാറ്റ്. ആ ഒരു കുറച്ച് നേരം നമ്മളുടെ പ്രകൃതിയുടെ അടുത്ത് ഒന്ന് സല്ലപിച്ച് വരുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വരും. അതുപോലെ തന്നെ പഠിച്ച് വല്ലാണ്ട് മടുത്തിരിക്കുമ്പോൾ ചെറിയൊരു ഷവർ എടുക്കാം. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യും. അല്ലാണ്ട് കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവും, ഫെഡപ്പ് ആവും. അത്രയും ബൾക്ക് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഹെൽത്തി ആയിട്ട് എപ്പോഴും
നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ് വേണം. എക്സസൈസ് നമ്മുടെ മസ്റ്റായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ് മെമ്മറി ബൂസ്റ്റിങ്ങിന്. പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് വാട്ട് ഇസ് ദ ആൻസർ എന്ന് മനസ്സിലാക്കി അത് എഴുതി വെച്ച് അത് കറക്റ്റാണ് നോക്കി. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി അല്ലാണ്ട് നമ്മൾ ഒരാളുടെ കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ ചില സമയത്ത് ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരാളുടെ അടുത്തുനിന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിരസത തോന്നില്ല. അതും ഒരു മെമ്മറൈസേഷനിലുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ പഠിച്ച് തന്നെ നമ്മൾ വേറെ ഫ്രണ്ടിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയില്ലേ. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ബോട്ടണിയിൽ സയൻറ്റിഫിക് നെയിംസ് പഠിക്കാനുണ്ട് ചെടികളുടെ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിംസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്യൂഷന് പോയി തിരിച്ചു വരുമ്പോൾ ആ നടക്കണ വഴിയിൽ ഫ്രണ്ടിൻ്റെ ഒപ്പം നടന്ന് ആ പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞു പഠിക്കുമായിരുന്നു. യൂഷ്വലി വെൻ വി സീ അറൗണ്ട് ദ പ്ലാന്റ്സ്, ഓരോ പ്ലാന്റിനെ കാണുമ്പോഴും അതിൻ്റെ സയൻറ്റിഫിക് നെയിം പറഞ്ഞു പഠിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടേതായിട്ടുള്ള സ്റ്റഡി മെമ്മറി ടെക്നിക്സ് നമുക്ക് തന്നെ രൂപപ്പെടുത്തിയെടുക്കാവുന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ റെപ്പിറ്റേറ്റീവ് ലേണിംഗ് ആണ്. സെക്കൻഡ് പറഞ്ഞത് ആ മെമ്മറൈസേഷൻ ടെക്നിക്കാണ്. തേർഡ് പറഞ്ഞ യൂസ് ഫ്ലാഷ് കാർഡ്സ്. നമ്മൾ കാണുന്ന സ്ഥലത്ത് വലിയതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഇക്വേഷൻസ്, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസോ അവിടെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അത് പഠിക്കാൻ പറ്റും. അതുപോലെ ടേക്ക് ഇഫക്റ്റീവ് ബ്രേക്സ്. എക്സസൈസ് ചെയ്യാനും മറക്കരുത്. സോ ഹാപ്പി ലേണിംഗ്. എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ട്രൈ യുവർ ഓൺ മെമ്മറി ബൂസ്റ്റിംഗ് ടെക്നിക്സ്. പിന്നെ സെർച്ച് ചെയ്യാം എന്തൊക്കെയാണ് മെമ്മറി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഫുഡ് എന്താണ്, അത്രയും നല്ല ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് കംഫർട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കുറച്ച് വർത്താനം പറയുക. ഡോണ്ട് സ്ട്രെസ് ഔട്ട് ടു മച്ച്. എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മിക്കാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.